ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളൊരു റീകൺസിലേഷൻ, ഒരു റീയൂണിയൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ? നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ? എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകളും അവരുടെ ഒരു തീരുമാനങ്ങളും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ്സ്, സ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റ്സ്, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. പ്രത്യേകിച്ച് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ മൈൻഡിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Judgment, Empress, Four of Wands, Two of Pentacles, Six of Cups, Eight of Wands, Tower Energy, King of Swords, Nine of Swords, Knight of Cups, Eight of Cups, Three of Wands, Knight of Swords, Five of Pentacles, Four of Cups, King of Wands, Justice, Knight of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ജസ്റ്റിസും ജഡ്ജ്മെന്റ് എനർജിയും ഒരേപോലെ തന്നെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നീതിപൂർവ്വം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന വ്യക്തിയല്ല. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. അവര് ഒട്ടും പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റീസൺ അവർക്കില്ല. അവരുടേതായ സന്തോഷങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലൊക്കെ മാറിപ്പോയിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ എന്തായാലും നമുക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചീറ്റിംഗ് എനർജി എന്നുള്ള രീതിക്ക് വരുന്നില്ല എങ്കിൽ പോലും അവരവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലോകം തന്നെയാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ കണ്ടിരുന്നവരാണ്. അതിപ്പോ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ നീതിപൂർവ്വം എല്ലാ രീതിക്കും വളരെ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ അത്രയും ജെന്യുവൻ ആയിട്ടായിരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ഒരു തിരിച്ചടി നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും നിങ്ങളിൽ പലരും ചിലപ്പോൾ അത്രയും ഡൗൺ സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇതിനൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ ഒരു റീകൺസിലേഷൻ നടക്കുമോ എന്നുള്ളത്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണോ അനുഭവിച്ച് തീർത്തത്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ എത്രത്തോളം വേദനകളിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഒരു വേദന നിങ്ങളുടെ വ്യക്തിയിലും ഇപ്പോൾ അനുഭവയോഗ്യമായിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പെയിൻ മറ്റൊരു ഡയറക്ഷനിലൂടെ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ടവർ എനർജിയാണ്. ഇവരുടെ ലൈഫിൽ ഇവർക്കും എന്തോ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്.
അതും സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവർക്കൊരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നായിരിക്കാം. സ്നേഹത്തിന്റെ പേരിൽ ഇവർക്ക് ഒരു നഷ്ടബോധം സംഭവിച്ച് ഭയങ്കരമായ ഒരു പെയിൻഫുൾ ആയ അവസ്ഥയിൽ ഇവർ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ലവേഴ്സ് എനർജി ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഇവരുടെ മനസ്സ് പോയിട്ടുണ്ട്. ഒരു നഷ്ടബോധം, കുറ്റബോധം, അതുപോലെ തന്നെ ഭയങ്കരമായൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺലിനെസ് ഫീല്, ഒരു ഒറ്റപ്പെടലൊക്കെ നിങ്ങളുടെ പേഴ്സണ് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അവർ കുറച്ചുകൂടെ നന്നായിട്ട് എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ വളരെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോകാമായിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത് എന്നുള്ളത്. അപ്പൊ ആ ഒരു കുറ്റബോധം എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ ഇവിടെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല അവർ നിങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവർ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനോ ലെസ് കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ റീഡിംഗ് എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ബ്ലോക്ക് ഒന്നും ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. മനസ്സുകൊണ്ട് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രകാശം കൊണ്ടുവരണം എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു റീകൺസിലേഷൻ നടത്തിയാലോ എന്നുള്ളൊരു ചിന്തകളൊക്കെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് എനർജിയാണ്. നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കാതിരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ലൈഫിൽ അവർക്ക് ഈ ഒരു ഈ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിപ്രസ്ഡ് അവസ്ഥ എന്ന് പറയുമ്പോൾ അവർ പോയി നിന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവർ ആരെയൊക്കെയാണോ അവരുടെ ലൈഫിലേക്ക് ചേർത്ത് നിർത്തിയത്, ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പോയിട്ടും ആയിരിക്കാം, അതിനുശേഷമായിരിക്കാം, അവരുടെ ലൈഫിൽ അവർ ചേർത്ത് നിർത്തിയ വ്യക്തികളുടെ ഭാഗത്ത് നിന്നും അവർക്കൊരു ജെനുവിൻ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല അതിലൂടെ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മാനസികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയിലൂടെ അവർ ഒരു കാര്യം ഇവിടെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് കർമ്മ അല്ലെങ്കിൽ ആ ഒരു നീതി ന്യായമായ രീതിയിൽ ആരോട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിലും അത് പ്രപഞ്ചത്തിൽ നിന്നും അവർക്കൊരു തിരിച്ചടിയായിട്ട് ലഭിക്കും എന്നുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊരു ചിന്തയൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. ഒരു സമൃദ്ധിയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഒന്നുചേരൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിന്നവരായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് റിലേഷൻഷിപ്പ് ലൈഫ് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പൊ ആ ഒരു ബന്ധത്തിനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു തട്ടിക്കളിച്ച കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറ്റബോധം തോന്നുകയാണ്. കാരണം ഒരു പ്രശ്നം വന്നപ്പോൾ അവരുടെ കൂടെ ആരും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഓർമ്മകൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുഖമാണ്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എങ്കിലും, ഒരു മെന്റൽ സപ്പോർട്ട് എങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. ഈ ഒരു സ്പ്രെഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവരാണ് നിങ്ങളുടെ ലോകം, അവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോകത്തിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇതൊരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം ഒരു ആഗ്രഹമുണ്ട്. വീണ്ടും ഒരു റീകൺസിലേഷൻ, അതും വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് മീറ്റിംഗ്. ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ല നിങ്ങൾ വലിയ ദൂരം ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു മീറ്റിംഗ് ആയിരിക്കാം. വളരെ പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റുക എന്നുള്ളൊരു എനർജി. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ സത്യസന്ധമായ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം, സത്യമായ രീതിയിൽ പ്രവർത്തിക്കണം. ഒരു കളങ്കമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വേണം ബന്ധത്തെ കൊണ്ടുപോകാനായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒരു ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ്, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങളെല്ലാം ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തെടുക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളോട് ചെയ്ത പ്രവൃത്തി അത് തെറ്റായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവർ അതൊന്നും ചിന്തിച്ചില്ല. അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ വേണ്ടിയിട്ടോ നിങ്ങളുടെ ഒരു ഫീലിങ്സ് അവർ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന വ്യക്തികളാണ്.
എന്നാൽ ഇപ്പോ അവർക്ക് ആ ഒരു തിരിച്ചറിവുകള് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ അവർ എങ്ങോട്ടാണോ പോയി നിന്നത് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുവരെ അവർ എവിടെയാണോ നിന്നത് ആ ഒരു സ്ഥലത്ത് അവർക്ക് മനസ്സിലായി genuine ആയിട്ടുള്ള സ്നേഹം അല്ല, അല്ലെങ്കിൽ അവിടെ ഒരു ആത്മാർത്ഥത കുറവുണ്ട്, ഒരു വലിയ രീതിയിലുള്ള പൊള്ളലാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റിരിക്കുന്നത്. അപ്പൊ ആ ഒരു പൊള്ളലിൽ നിന്നും ഒരു പാഠം പഠിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു പ്രകാശത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ലൈഫിന്റെ പ്രകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അത് നിങ്ങളാണ് എന്നൊരു തിരിച്ചറിവോട് കൂടി നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇവർ മനസ്സുകൊണ്ട് നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് വളരെ സ്പ്രെഡിൽ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു റീകൺസിലേഷൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രാവലിംഗ് എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് തന്നെയാണ് കാണിക്കുന്നത്. നേരിട്ട് നിങ്ങളെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അവരെ കാണണം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു മാറിയ വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യ സമയത്തൊക്കെ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്ന സാഹചര്യത്തിൽ, എന്നാൽ ഇപ്പോ നിങ്ങളോട് പോലും ചോദിക്കാതെ അവർ വളരെ പെട്ടെന്ന് നിങ്ങളെ ഡയറക്റ്റ് വന്ന് കാണാനും, അതുപോലെ ആദ്യത്തെ ആ ഒരു സമയത്ത് എങ്ങനെയാണോ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അതേപോലെ തന്നെ വളരെ ഡ്രമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫ്ലവർ കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണോ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്തത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ വീണ്ടും പ്രപ്പോസ് ചെയ്യുക. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക. ഒരു ഫോർഗീവ്നെസ് നിങ്ങളിലേക്ക് നടത്തുക. ഈ ഒരു രീതിക്കൊക്കെയാണ് നിൽക്കുന്നത്. വളരെയധികം ഒരു കുറ്റബോധം, ആത്മാർത്ഥമായ ഒരു കുറ്റബോധം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ പരട്ടുന്നത്. അവർ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മൊത്തത്തിൽ നെഗറ്റീവ് എനർജിയാണ്. അവിടെ ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന ഒരു വൈറ്റ് ബേർഡ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷയാണ്. അവർക്ക് എവിടെയോ ഒരു പ്രതീക്ഷ. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഇതൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ള രീതിക്ക്. അപ്പൊ ഇവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഓർമ്മകൾ മുഴുവനും നിങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെ തീവ്രത അവർ മനസ്സിലാക്കാനായിട്ട് കുറച്ചധികം സമയം തന്നെ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് അതിന്റെ ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു ഡെപ്ത്, സ്നേഹത്തിന്റെ ഡെപ്ത് ഒക്കെ അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അനുഭവിച്ച പെയിൻ അവർ അതേ എഫക്റ്റിൽ തന്നെ, അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ പോലെ അവരും അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത്, അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ഹാപ്പിനെസ് ഉണ്ടെങ്കിലും എന്തൊക്കെ രീതിയിലുള്ള സമ്പത്ത് ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് അവരൊരു പച്ചയായ മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഈഗോ ഒക്കെ പിടിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റിലീസ് ചെയ്ത് സ്വന്തമായിട്ടൊരു ഹീലിംഗ് നടത്തിയതിന് ശേഷം നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നീതിപൂർവം തന്നെ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം. നീതിപൂർവം നിങ്ങൾക്ക് സ്നേഹം നൽകണം. അവരുടെ മനസ്സിലുള്ള സ്നേഹം, അല്ലെങ്കിൽ അവരുടെ സ്നേഹം അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ ഏൽപ്പിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് നിൽക്കുന്നത്. ഇതുവരെ അവർ ആ ഒരു കണ്ണടച്ചിരുന്ന അവസ്ഥയാണെന്നെങ്കിൽ ഇപ്പൊ അവർ ആ ഒരു കണ്ണ് തുറന്നു നോക്കുന്നുണ്ട്. കണ്ണ് തുറന്ന് നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടിപ്പോയ വ്യക്തികൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അടി തന്നിട്ട്, അടി തരിക എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്കൊരു വേദന തന്ന് കടന്നു കളഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അതേ സ്പീഡിൽ ഇപ്പോ അവർ ആ ഒരു യാത്ര, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനും അത്രത്തോളം ഓടിപ്പോയ സ്പീഡ് എത്രത്തോളം ആണോ അതേ സ്പീഡിൽ തന്നെ വീണ്ടും തിരിച്ചോടുകയാണ് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. കാരണം അവർക്ക് ഈ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലെല്ലാം പൂർണ്ണമായ ഒരു മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനിലൂടെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ അവർ ആ ഒരു റീകൺസിലേഷൻ അവർ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പ്രതീക്ഷയോടുകൂടി ഈ ഒരു ബന്ധത്തിൽ ഒരു റീയൂണിയൻ വേണം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓർമ്മ വരുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് പോലെ, അല്ലെങ്കിൽ അവർക്കൊരു ഫീല് മറ്റൊരു സ്ഥലത്തു നിന്നും അവർക്ക് ലഭിക്കാത്ത ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ അവർക്ക് തോന്നുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവർ ഒരുപാട് കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരുപാട് പേരെ അവർ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ മീറ്റ് ചെയ്ത വ്യക്തികളിൽ ഇതുവരെ അവർ വന്നു നിൽക്കുന്ന എവിടെയാണോ അവിടെ ഒന്നും നിങ്ങളെ പോലൊരു വ്യക്തിനെ അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല, സ്നേഹത്തിന്റെ കാര്യത്തിൽ ട്ടോ.
സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു ജെനുവിനിറ്റി അവർക്ക് മറ്റെങ്ങും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിവൈവൽ അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. അതും പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിക്കും ഇപ്പോൾ പൊട്ടി തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷെ എങ്കിലും ഇവർ ചിന്തിക്കുന്നത് നീതിപൂർവ്വം പ്രവർത്തിക്കാന്നുണ്ടെങ്കിലും പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താന്നുണ്ടെങ്കിലും ഒരു ചീറ്റിംഗ്, അതായത് ചതിച്ച് വേദനിപ്പിച്ച കാര്യം പറയുമ്പോൾ ചീറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ മറ്റൊരു രീതിയിൽ മറ്റെന്തെങ്കിലും ഒരു മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ചീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു എനർജി അല്ല ഇവിടെ കണക്ട് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല. റെസനേറ്റ് ചെയ്യുന്നവർ കമന്റ് ചെയ്യാവുന്ന. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. കാരണം ഇവരുടെ ഒരു മെന്റാലിറ്റിയിൽ തന്നെ ഇവർ ചേഞ്ചസ് വരുത്തുമ്പോൾ ഇവർക്കൊരു കോൺഫിഡൻസ് ആ വരുന്നത്. എന്നുവെച്ചാൽ ഇവരുടെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണല്ലോ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയി നിൽക്കുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു ക്യാരക്ടറിനെ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും മുന്നോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഇതിനെ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. വീണ്ടും ആ ഒരു പഴയ ബ്യൂട്ടി റിലേഷൻഷിപ്പിൽ നിലനിർത്താൻ സാധിക്കും. എല്ലാ രീതിക്കും ഒരു റീസ്റ്റാർട്ടിങ് മാത്രമാണ് ഇതിനകത്ത് ഇനി ആവശ്യമായിട്ടുള്ളത്. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരു ഫോർഗീവ്നെസ് ഒക്കെ നടത്താം എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. കുറച്ചൊരു അഡ്വഞ്ചർ ആണ് യാത്ര, അല്ലെങ്കിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നതും റിലേഷൻഷിപ്പിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ പറയാൻ എളുപ്പമുണ്ടെങ്കിലും അതൊരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത്രയും വേദന തന്നു പോയവരായതുകൊണ്ട് തന്നെ വീണ്ടും അത് പാച്ചപ്പ് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ സിമ്പിൾ അല്ല. പക്ഷെ എങ്കിലും അതിന് അവർ തയ്യാറാണ്. അവരുടെ മനസ്സിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് തുറന്നിട്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എത്രത്തോളം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഗിഫ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കൈമാറിയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക, നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുക, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, അതും ആദ്യ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് പരിചയപ്പെട്ട ആ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ അവർ എടുത്ത് നോക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും ഒരു അടുപ്പം, വേദനയോട് കൂടിയ ഒരു അടുപ്പമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, ആ ഒരു വേദനകളൊക്കെ വരുമ്പോൾ അവർക്ക് വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് വരികയാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളതൊക്കെ. വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്നും നിങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നവരുമാണ്. ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്നവരുടെ എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഡയറക്റ്റ് മീറ്റിംഗ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളെ കാണാൻ വരിക. ഫോണിലൂടെ അല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളെ കാണാൻ വരിക. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. കാരണം ഇത് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഈ ഒരു എനർജി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്നവരായിരിക്കും. ഒരു രീതിയിലും ഒരു കണക്ഷനും ഇല്ല. അവരുടെ കാര്യം നിങ്ങൾക്കോ നിങ്ങളുടെ കാര്യം അവർക്കോ ഒന്നും അറിയാതെ നിൽക്കുന്ന സ്റ്റേജ്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകളൊന്നും നിങ്ങൾക്ക് മായ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഇവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് നമുക്കിവിടെ യൂണിവേഴ്സൽ മദറിന്റെ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ റീകൺസിലേഷൻ ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ചാൻസ് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള സാധ്യതകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പഴയ കാലത്തിലേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനും അതുപോലെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് അതെല്ലാം വീണ്ടെടുത്ത് എല്ലാ രീതിക്കും നിങ്ങളെ കെയർ ചെയ്യുക, വളരെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സമയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുക, നിങ്ങളെ കേൾക്കാനുള്ള സമയം നിങ്ങൾക്ക് നൽകുക. അപ്പൊ അങ്ങനത്തെ രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. സ്വയം അവർ ഹീൽ ആവുകയാണ്. അവർക്ക് ഇതൊന്നും ആദ്യത്തെ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടില്ല. ഇപ്പൊ അവർ അതൊക്കെ സ്വയം മനസ്സിനെ ഹീൽ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വരണം.
നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്തും അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്തും വളരെ സക്സസ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോയ ബന്ധമാണ്. പിന്നീട് എപ്പോഴൊക്കെയോ നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നു, കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറഞ്ഞു. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യ സമയത്ത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ പതുക്കെ പതുക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വന്നപ്പോഴായിരിക്കും നിങ്ങൾ ചോദ്യം ചെയ്തൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കേൾക്കാൻ സമയം തരാതിരിക്കുക, സംസാരിക്കാൻ സമയം തരാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നത്. തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതേ ഷീൽഡ് അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കിടയിൽ വേണം. രണ്ടുപേരും ഒരേപോലെ തന്നെ എഫേർട്ട് എടുക്കണം. ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന അതേ ഒരു എന്താ പറയാ ട്രാൻസ്പെറൻസി റിലേഷൻഷിപ്പിൽ നിലനിർത്തണം. അപ്പൊ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പാസ്റ്റിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇനി റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിലേക്ക് വരാൻ പാടില്ല. അവരുടെ ലൈഫിൽ പഠിച്ചിരിക്കുന്ന പാഠങ്ങളിലൂടെ തന്നെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യം കൂടിയാണ് അത് എന്നുള്ള രീതിക്കാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ കളിതമാശയായിട്ടൊക്കെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നവര്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിച്ചിരുന്ന വ്യക്തികൾ, അപ്പൊ അങ്ങനത്തെ ആ ഒരു സ്വഭാവത്തിലൊക്കെ അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും വളരെ കുറച്ചെങ്കിലും ഒരു സീരിയസ്നെസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ എടുക്കുക. നിങ്ങളുടെ ഒരു ഇമോഷൻസ് വെച്ച് കളിക്കരുത് എന്ന ചിന്തകളാണ്. നിങ്ങൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി ഇവരോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ സ്നേഹിക്കുമ്പോൾ ഇവർ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഇവര് കുട്ടികളെ പോലെ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടേതായ കംഫർട്ട് സോണിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെയാണ് ബന്ധത്തെ കൊണ്ടുപോയിരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറ്റബോധം തോന്നുന്നത് കൊണ്ട് തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ഈ ഒരു സമയത്ത് ഒരുപാട് നിങ്ങളോട് ആ ഒരു ഫോർഗീവ്നെസ് നടത്തുന്നുണ്ട്, ക്ഷമാപണം നടത്തുന്നുണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർക്ക് ഭയങ്കരമായ ഒരു വേദനയുണ്ട്. ലോക്കായി കിടക്കുന്ന നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. അതിന്റെ കീ എന്ന് പറയുന്നത് തന്റെ സ്വന്തം കയ്യിലാണെന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുകയാണ്. വീണ്ടും ഇതിനെ ബാലൻസ് ചെയ്യണം, നീതിപൂർവ്വം ബാലൻസ് ചെയ്യണം. ഈക്വൽ ആയിട്ട് തന്നെ രണ്ടുപേരും എഫേർട്ട് എടുക്കണം. സ്നേഹമാണെന്നുണ്ടെങ്കിലും സ്വാർത്ഥതയാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റിൽ കൂടുതൽ എഫക്ട് ചെയ്യാത്ത രീതിയിൽ രണ്ടിനെയും ഒരേപോലെ തന്നെ ബാലൻസ് ചെയ്ത് റിലേഷൻഷിപ്പിനെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. കാരണം നിങ്ങൾ അനുഭവിച്ച പെയിൻ അതേ എഫക്റ്റോട് കൂടി ഒരു മിറർ എഫക്റ്റ് എന്നുള്ള രീതിക്ക് അവർ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്താണ് അവർക്ക് ഈ ഒരു തിരിച്ചറിവുകളൊക്കെ വന്നിരിക്കുന്നത്. അവരുടെ ഹൃദയം, അവരുടെ മനസ്സ് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പൊ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്, നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ്. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി വെച്ച് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുക, മിസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, റീകൺസിലേഷൻ, റീയൂണിയൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് തിരിച്ചുവരവ് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഒരുമിച്ചുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജേർണി, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ഒരു കമ്മിറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് ഇവരുടെ ഒരു ചിന്തകളും എനർജീസും ആഗ്രഹങ്ങളും ഒക്കെ നിൽക്കുന്നത്. കുറ്റബോധം ഒക്കെ തോന്നുന്ന എനർജി കാണിക്കുന്നുണ്ട്. സത്യസന്ധത നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, തുറന്ന സംസാരം, എന്തെങ്കിലുമൊക്കെ മറച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുറന്നൊന്ന് സംസാരിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, അത് എത്ര വലിയ കാര്യമാണെന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം നൽകുക എന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടിയാണ് ഇവരിപ്പോ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിലും ഇതിൽ ആ ഒരു പോസിറ്റീവ് എനർജീസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.